ഇന്ത്യൻ നാവികസേന വിളിക്കുന്ന ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ നോട്ടിഫിക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നേവി തന്നെ പുറത്തുവിട്ട നോട്ടിഫിക്കേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല. അപേക്ഷ തുടങ്ങുന്നത് ഓഗസ്റ്റ് 9 ഈ മാസം 9 മുതൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 1 വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ കമ്മീഷൻ ഓഫീസർ ആവാൻ നല്ലൊരു റാങ്കിൽ നിങ്ങൾക്ക് നേവിയിൽ ജോബ് വേണോ? തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്താം. നേവിയിൽ പൈലറ്റ് വരെ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ കൂടെയാണെന്ന് ഓർത്തിരിക്കുക. ഒരുപാട് പേരുടെ സ്വപ്ന ജോലിയാണ് പൈലറ്റ്. ഒരുപാട് ക്യാഷ് കൊടുത്ത് നിങ്ങൾ പൈലറ്റ് കോഴ്സൊക്കെ പഠിച്ച് ജോബിൽ കയറുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേവി വഴി ഫ്രീ ആയിട്ട് തന്നെ പൈലറ്റ് ആവാൻ പറ്റുന്ന റിക്രൂട്ട്മെൻ്റ് ആണെന്ന് കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് പറയാൻ പോവാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുക്കുക വീഡിയോ കണ്ടതിന് ശേഷം. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിനും ഫീമെയിൽസിനുമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അൺമാരീഡ് മെൻ ആൻഡ് അൺമാരീഡ് വുമൺ. കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ. അതുകൊണ്ട് കേരളക്കാർക്ക് ഒരു അടിപൊളി ചാൻസ് ആണ്. ഏഴിമല നേവൽ അക്കാഡമി കണ്ണൂർ. ഇനി ഓരോ ബ്രാഞ്ചും അതിൻ്റെ ക്വാളിഫിക്കേഷനും പിന്നെ ഏജ് ക്രൈറ്റീരിയ മൊത്തമായിട്ട് പറയാം. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് വരുന്നുണ്ട്. BE അല്ലെങ്കിൽ BTech ആണ് വേണ്ടത്. 60% മാർക്ക് നിങ്ങൾക്ക് വേണം. 57 വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് 2 ജൂലൈ 2001 1 ജനുവരി 2007 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്. പിന്നെ പൈലറ്റ് കാണാം. പൈലറ്റ്, നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ, എയർ ട്രാഫിക് കൺട്രോളർ, ഈ മൂന്നിലേക്കും BE അല്ലെങ്കിൽ BTech 60% മാർക്ക് വേണം. പിന്നെ 10ാം ക്ലാസ്സിലും +2ലും നിങ്ങൾക്ക് 60% മാർക്ക് വേണം. ഇംഗ്ലീഷിൽ സെപ്പറേറ്റും 60% ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പൈലറ്റിലേക്ക് 24 വേക്കൻസി, പിന്നെ നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസറിലേക്ക് 20 വേക്കൻസിയും എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് 20 വേക്കൻസി. ഏജ് ലിമിറ്റ് പൈലറ്റിലേക്കും നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസറിലേക്കും 2 ജൂലൈ 2002 1 ജൂലൈ 2007 ഏജ് ക്രൈറ്റീരിയ പറയുന്നത്. 2 ജൂലൈ 2001 1 ജൂലൈ 2005 ആണ് എയർ ട്രാഫിക് കൺട്രോളറിലേക്കുള്ള ഏജ് ലിമിറ്റ്. ലോജിസ്റ്റിക്സിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ MBA വിത്ത് ഫസ്റ്റ് ക്ലാസ്, അതല്ലെങ്കിൽ BSc BCom BSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ് അലോങ് വിത്ത് PG ഡിപ്ലോമ. PG ഡിപ്ലോമയോടുകൂടി BSc BCom BSc IT ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ MCA അല്ലെങ്കിൽ MSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിലും ലോജിസ്റ്റിക്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10 വേക്കൻസിയാണ്. 2 ജൂലൈ 2001 1 ജനുവരി 2007 ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ നേവൽ അർമനന്റ് ഇൻസ്പെക്ടറേറ്റ് CAD ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് BE അല്ലെങ്കിൽ BTech 60% മാർക്കാണ് വേണ്ടത്. ഈ പറയുന്ന സ്ട്രീമുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇലക്ട്രോണിക്സിലോ ഫിസിക്സിലോ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സിലും +2ലും 60% മാർക്ക് അഗ്രിഗേറ്റും ഇംഗ്ലീഷിലും വേണം. 20 വേക്കൻസിയാണ്. 2 ജൂലൈ 2001 1 ജനുവരി 2007 ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ ലോ ബ്രാഞ്ച് വരുന്നുണ്ട്. ലോയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഡിഗ്രി ഇൻ ലോ ആണ് വേണ്ടത്. 55% മാർക്ക് മിനിമം വേണം. 2 വേക്കൻസിയാണ് പറയുന്നത്. 2 ജൂലൈ 1999 1 ജൂലൈ 2004 ഏജ് ക്രൈറ്റീരിയ. പിന്നെ എഡ്യൂക്കേഷൻ ബ്രാഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം എക്സിക്യൂട്ടീവ് ആയിരുന്നു. എഡ്യൂക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ MSc അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech ME MTech തുടങ്ങിയ ക്വാളിഫിക്കേഷനൊക്കെയാണ് പറയുന്നത്. വേക്കൻസിയും ഏജ് ലിമിറ്റും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 2 ജൂലൈ 1999 1 ജൂലൈ 2004 2 ജൂലൈ 2001 1 ജൂലൈ 2005 പിന്നെ 2 ജൂലൈ 1999 1 ജൂലൈ 2005 ഈ പറഞ്ഞ ഏജ് ക്രൈറ്റീരിയയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ടെക്നിക്കൽ ബ്രാഞ്ചാണ്. അതിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് ജനറൽ സർവീസാണ്. BE അല്ലെങ്കിൽ BTech ഈ പറയുന്ന സ്ട്രീമുകളിൽ ഉണ്ടാവണം. ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്കും BE അല്ലെങ്കിൽ BTech തന്നെയാണ്. പിന്നെ നേവൽ കൺസ്ട്രക്ടറിലേക്കും BE അല്ലെങ്കിൽ BTech. അപ്പോൾ സ്ട്രീമുകൾ ഇവിടെ കാണാം. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീം നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. 36 വേക്കൻസി എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്. ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് 40, നേവൽ കൺസ്ട്രക്ടറിലേക്ക് 16 വേക്കൻസി. ഏജ് ലിമിറ്റ് പറയുന്നത് 2 ജൂലൈ 2001 1 ജനുവരി 2007 ഈ മൂന്നിലേക്കും ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനൊക്കെ SSB ഇൻ്റർവ്യൂവിൽ നല്ലൊരു ബോണസ് മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുള്ളവർ എന്ത് ചെയ്യുക, അപേക്ഷ അയക്കുമ്പോൾ അതും കൂടി വെക്കാൻ ഓർത്തിരിക്കുക. സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം SSB ഇൻ്റർവ്യൂ പിന്നെ മെഡിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ട്രെയിനിങ് സബ് ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്ക് INA ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ വീണ്ടും പറയാണ്, അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം. അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല. സ്റ്റാർട്ടായി കഴിഞ്ഞ ഒരു വീഡിയോയും കൂടി ചെയ്യാം.
അപേക്ഷ അയക്കുമ്പോൾ ഫീസൊന്നും വരുന്നില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന യോഗ്യതയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപേക്ഷ അയക്കുക. ഒരു അടിപൊളി ചാൻസാണ്, കിട്ടിയാൽ നിങ്ങളുടെ ലൈഫ് തന്നെ അടിപൊളിയാക്കാം. അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരുപാട് അപ്ഡേറ്റ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്, അതെല്ലാം പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.